വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്സ്. ഇന്നൊരു കല്യാണ വ്ളോഗാണ് കേട്ടോ. ഞാനും നാത്തൂനും എൻ്റെ കൺമണിയും കൂടിയിട്ട് ശാക്കര അമ്പലത്തിൽ ട്രെയിനിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. നാഗർകോവിൽ കൊല്ലം ട്രെയിനിലാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാ സമയത്തും ഞങ്ങൾ ട്രെയിനിൽ പോവുകയാണെങ്കിലും മറ്റേ ഹിന്ദി സിനിമകൾ സീൻ പോലെ ലാസ്റ്റ് ട്രെയിൻ ഓടിയിട്ട് പിടിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ നേരത്തെ തന്നെ എത്തി. നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ ജനറലാട്ടോ പോകുന്നത്. ഒരു അരമണിക്കൂർ അത്രേ ഉള്ളൂ ദൂരം എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. എന്തായാലും നമ്മൾ നേരത്തെ എത്തുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോവുകയാണ്. അതാ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ശർക്കര അമ്പലത്തിൽ. പക്ഷെ എനിക്ക് എത്തിയപ്പോൾ തന്നെ അമ്പലത്തിന്റെ ആംബിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി സ്ഥലങ്ങൾ കാണാൻ ഒരു വല്ലാത്തൊരു കണ്ണിന് ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇമ്പം തോന്നി. ആൽത്തറയും ആൾക്കാരും അങ്ങനെ മൊത്തത്തില് അടിപൊളി സ്ഥലം. ഓടി നടക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. തൊഴാൻ കയറിയിട്ട് സമയം കല്യാണം 10:30-ക്കാണ് മുഹൂർത്തം. അപ്പോൾ സമയം ഒരുപാടുണ്ട്. ഞങ്ങളൊരു 9 മണി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അമ്പലമൊക്കെ മൊത്തത്തിൽ കാണാനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അന്ന് തന്നെ ഏകദേശം 17 കല്യാണങ്ങൾ അവിടെ വെച്ച് നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അമ്പലത്തിനകത്ത് കയറി, ദേവിയെ കണ്ടു, പ്രാർത്ഥിച്ചു. പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ അവിടെ പോകുന്നത്. അപ്പം ചുറ്റി കാണാന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ അവിടെയൊക്കെ നടന്നു. ആൽമരച്ചോട്ടിൽ പോയി കുറച്ചു നേരം ഇരിക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ നടക്കുവാണ്. പിന്നെ കൺമണിയുടെ മൂടൊക്കെ ആകെ മാറി. രാവിലത്തെ മൂടൊന്നും അല്ലായിരുന്നു. വീട്ടിൽ ഇറങ്ങിയ സമയത്തുള്ള മൂടൊന്നും അല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ പിന്നെ വാശിയൊക്കെ ആയി, കരച്ചിലായി. അങ്ങനെ ഒരു ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ അങ്ങ് പോവാണ് ഗൈസ്. കുറെ നാളായി വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട്. അതിന്റെ കുറെ മിസ്റ്റേക്ക് ഒക്കെ കാണും. എല്ലാരും ക്ഷമിക്കാട്ടോ. അമ്പലത്തിന്റെ ആംബിയൻസ് കണ്ടപ്പോൾ കുറെ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന് മനസ്സിലുണ്ടായിരുന്നേ, വീഡിയോസ് ഒക്കെ. പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സമയം പോയി തന്നെ. പിന്നെ ഫ്രണ്ട്സ് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെയും വെയിറ്റ് ചെയ്തൊക്കെ നിപ്പുണ്ടായിരുന്നു. പക്ഷെ എല്ലാരും എത്തിയിട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും ഓരോരോ തിരക്കുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് വന്നവരായിട്ട് നമ്മൾ കല്യാണ പെണ്ണിനെ പോയി കണ്ടു. അവള് നല്ല ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്കൊരു ടെൻഷനും ഇല്ല എന്ന് അവള് പറഞ്ഞോണ്ടിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ വീഡിയോസിന് എടുക്കാൻ പറ്റിയില്ല. എല്ലാരെയൊക്കെ ഇത്ര പേരെ നമ്മളൊന്നും ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവരെയും കിട്ടിയവരെയൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ എടുത്തു. കാരണം എപ്പോഴും കിട്ടണ കാര്യമല്ലല്ലോ ഇതൊക്കെ. അതുകൊണ്ട് കിട്ടിയവരെ വെച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. സദ്യയൊക്കെ കഴിച്ചു. പഴയ കാര്യങ്ങളും പണ്ടത്തെ കുറെ മെമ്മറീസ് ഒക്കെ ഓർത്തെടുത്തു. എല്ലാവരായിട്ടും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങള് അടുത്ത ട്രെയിൻ 4:20 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അതിന് മുന്നേ ബസ്സിൽ പോവാന്ന് കരുതിയിട്ട് ടാറ്റ